നമുക്ക് എല്ലാവർക്കും വെറൈറ്റി ഇഷ്ടമാണ് അല്ലേ? എന്തായാലും ഇത്രയും എപ്പിസോഡ്സിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നോൺ വെജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ചിക്കൻ, ഫിഷ്, മട്ടൺ എന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാട വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. ഓക്കെ, സുനിത ചേച്ചി എന്നായിട്ടൊരു ചേച്ചിനെ ഞാൻ ഈ ഗ്രൂപ്പിൽ വെച്ച് മീറ്റ് ചെയ്തു നടന്നുകൊണ്ടിരുന്നപ്പം. ചേച്ചിയും ചേച്ചിയുടെ ബ്രദറും ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്ന് ഞങ്ങൾ കാട വെച്ചിട്ടൊരു സാധനം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാമെന്ന്. എന്തായാലും നമുക്ക് സുനിത ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. പറഞ്ഞ പോലെ നമ്മളിപ്പം സുനിത ചേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേച്ചിയുടെ ബ്രദറാണ് അനിൽ ചേട്ടൻ. ഇവർ രണ്ടുപേരാണ് നമുക്ക് വേണ്ടി ഇന്ന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. ചേച്ചീനെ കുറിച്ച് ഇപ്പം നമുക്ക് ആദ്യം ചേച്ചിനെ ഒന്ന് മീറ്റ് ചെയ്യാം, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് ബഹ്റൈനിലാണ്, എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ചേച്ചിക്ക് മക്കള് രണ്ടുപേര്, ഒരു മോനും ഒരു മോളും. ഓക്കെ, അവരെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിളിക്കാം. ആൻഡ് ചേട്ടൻ്റെ? എൻ്റെ വീട് ഞങ്ങൾ മഞ്ചേരിയാണ് വീട്. ഞാനെന്ന പേഷ്യൻ്റെ കൂടെ വന്നതാണ്. ചേട്ടനല്ലേ ഈ ഡിഷ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് പേരിട്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് സ്റ്റഫ്ഡ് കാട ഫ്രൈ. ഇപ്പൊ ഉണ്ടാക്കിയ പേരാണല്ലേ? ഇപ്പൊ ഉണ്ടാക്കിയ പേരാണ് സ്റ്റഫ്ഡ് കാട ഫ്രൈ ആണ് നമ്മളിപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ടൊമാറ്റോ ജ്യൂസ് ഉണ്ട്, പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഓക്കെ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, ഗരം മസാല, ഉപ്പ്. പിന്നെ ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാടയുടെ മുട്ട തന്നെയാണ് ഇതിനകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാടയുടെ ലിവറും പിന്നെ ജിസാഡും കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു ഹാർട്ടോ എല്ലാം കൂടെ വരുന്നൊരു പോർഷനാണ്. പിന്നീട് ഏലക്ക തരി, വെളിച്ചെണ്ണ, ഉള്ളി, പിന്നെ നമ്മൾ കറിവേപ്പില, ടേസ്റ്റിന് ചെറുനാരങ്ങ, മല്ലിയില. പിന്നെ ഞാൻ എവിടെയും കാണാത്ത പോലത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, സൂചിയും നൂലും. ഇതെന്തിനാ ചേട്ടാ? നമ്മളിവിടെ തയ്യൽക്കട വല്ലതും തുടങ്ങുന്നുണ്ടോ? അല്ല, ഇത് ഇതിനകത്ത് നമ്മൾ ഈ മസാല നിറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറച്ച പോർഷൻ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ മസാല അതിനകത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇതിൽ നമ്മൾ കുത്തും. അതെ, കുത്താൻ പോകണം. അതെ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ ആദ്യം നമ്മൾ നമ്മൾ ഇതിന്റെ മസാല ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മസാല ഉണ്ടാക്കിയെടുക്കും. പിന്നീട് ആ മസാല ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ലൈറ്റ് ഫ്രൈ ആയിട്ട് എടുക്കാം. ഡീപ് ഫ്രൈ വേണമെന്നുള്ള ആളുകൾക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ഹെൽത്തി എന്നുള്ള രൂപത്തിൽ നമുക്കത് ലൈറ്റ് ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തും അകത്തും രണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഉള്ളിലുള്ള മസാലയ്ക്ക് ഒരു ടേസ്റ്റ്, പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ്, ഒരു ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം മസാല ഉണ്ടാക്കുന്നത്? ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. പാത്രം അപ്പൊ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പൊ ഈ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചേട്ടനോട് ചോദിക്കാം. എങ്ങനെയാ ഈ മസാല ഉണ്ടാക്കുന്നതിൽ ആദ്യമായിട്ട് നമ്മൾ ഈ മസാലയ്ക്കകത്ത് കാടമുട്ടയും ചേർക്കുന്നുണ്ട്, കാടയുടെ ലിവറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ കാടയുടെ നെക്ക് പോർഷനും കൂടെ നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ആ നെക്ക് അതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ഭംഗി അത്ര കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ നെക്ക് പോർഷൻ കൂടെ കട്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് ചേർക്കും. ഓക്കെ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളി ചേർത്ത്. ചേട്ടൻ ഇത് എങ്ങനെയാ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോ ചേട്ടൻ എന്ത് ആലോചിച്ചിട്ട് ഇത് ഉണ്ടാക്കിയത്? ആരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ഉണ്ടാക്കിയത്? അങ്ങനെ എനിക്ക് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ മനസ്സ് കൊണ്ടുവന്നെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ സ്വയം മനസ്സിൽ കണ്ടുകൊണ്ടാണ്? അതെ, സ്വയം മനസ്സ് കണ്ടുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് നമ്മളിപ്പോ എത്ര ഉള്ളിയാണ്? ഇപ്പൊ ഞാനിതൊരു ഉള്ളി എടുത്തു, ഒരു വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്. ഈ കാടയ്ക്ക് നല്ല മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള, മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. 1000 കോഴിക്ക് അരക്കാടാന്നാണ് നമ്മുടെ നാട്ടിൽ ചൊല്ല് പറയാം. നമ്മൾ ഇന്ന് 1000 കോഴിയാണ് കഴിക്കാൻ പോകുന്നത്. 1000 കോഴി പകുതി കഴിച്ചാൽ തന്നെ 1000 കോഴിയുടെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് 2000 കോഴിയുടെ ഫലം എടുക്കാണ്. പക്ഷെ അത് ഇപ്പം നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് പൊതുവെ നമ്മൾ ഹൈബ്രിഡൈസ് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു കാടയാണ്. നമ്മൾ പറയുന്ന കാട എന്ന് പറഞ്ഞാൽ ശരിക്കും വൈൽഡ് വെറൈറ്റിയാണ്.
പഴയ കാലങ്ങളിലൊക്കെ പറയുന്ന ഈ പഴഞ്ചൊല്ല് പറയുന്ന കാട എന്ന് പറഞ്ഞാൽ പഴയ കാടയാണ്, നാടൻ കാട. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കാം. എത്ര മുഴുവൻ? ഒരു 3 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, അതായത് ഒരെണ്ണം മൂന്നെണ്ണം ആണ് ഞങ്ങൾ അരിഞ്ഞ് വെച്ചത്. എരിവിന് നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുള്ള ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഓക്കെ. കാട ചൂസ് ചെയ്യാൻ കാരണം എന്താ? കാടയിൽ ഇതുവരെ അങ്ങനെ ഒരു വെറൈറ്റീസ് കണ്ടിട്ടില്ല. പൊതുവേ നോർമലി ഞാൻ കണ്ടിട്ടുള്ള ഇതെല്ലാം എന്ന് വെച്ചാൽ ഒരു ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള കാട വെറൈറ്റികളാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. പൊതുവേ നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണുന്ന തട്ടുകടകളിലൊക്കെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് കണ്ടിട്ടുള്ളത്. കാടയിലെ ഒരു വെറൈറ്റീസ് ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടൻ വിചാരിച്ചു സൃഷ്ടിക്കാനായിട്ട് ചേട്ടൻ രംഗത്തിറങ്ങി. അങ്ങനെ നമ്മളിവിടെ കാട സ്റ്റഫ്ഡ് കാട ഫ്രൈ. ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് ചേട്ടൻ ഒരു റീക്യാപ്പ് കൊടുത്താലോ? അതെ, ആദ്യം നമ്മൾ ഉള്ളി വഴറ്റി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു വഴറ്റി, പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തു, സ്വല്പം ഉപ്പും കൂടെ ചേർത്തു. ഇനി നമ്മൾ പൊടികളെല്ലാം ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എത്രയാ? മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇടാം. മുളക് പൊടി. നല്ല എരിവായിരിക്കും അല്ലേ ഇതിന്? ഇല്ല, എരിവ് കുറയ്ക്കാം നമുക്ക്. മുളക് പൊടി കുറച്ചാൽ മതി. 1 സ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ച് ടേസ്റ്റ്. പിന്നീട് ഗരം മസാല കുറച്ച് വളരെ ഒരു ടീസ്പൂൺ. നന്നായിട്ട് വഴറ്റണം അല്ലേ? ഇതിനകത്ത് ടൊമാറ്റോ നമുക്ക് ഉപയോഗിക്കണം. ലാസ്റ്റ് പുറത്ത് അതിലേക്ക് ഒഴിച്ചാൽ. പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച ലിവർ, നെക്ക് പോർഷനുകളെല്ലാം നമ്മൾ ഇതിൻ്റെ ഓർഗൻസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ സ്വല്പം വെള്ളം ഒഴിക്കും. സ്വല്പം വെള്ളം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ ഇപ്പം ഇട്ട ലിവറൊക്കെ വേവാനായിട്ട് അപ്പം നമ്മൾ മസാല അതൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മളുടെ ഈ ലിവറൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു, ലിവർ കഴുത്തൊക്കെ അതും ഇട്ടു. ഇത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കയാണ്. ഏലക്ക പൊടിച്ചതാണോ? ഓക്കെ. ഓക്കെ. അപ്പം ടേസ്റ്റിനനുസരിച്ച് ഉപ്പും എരിവും. അപ്പം മസാലയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ലിവറും നെക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. എന്തായാലും ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ മസാല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? മുട്ട ചേർക്കണം. മുട്ട ചേർത്തിട്ടില്ല നമ്മളിതൊരു. ഇത് വെറുതെ ഇട്ടാൽ മതിയോ? ഓക്കെ. അപ്പോൾ ഓരോ കോഴിക്കകത്തും ഓരോ മുട്ട ഉണ്ടാവും. ഇത് ആവശ്യത്തിന് വേവാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില, മല്ലിയില ഇത് രണ്ടും നല്ലപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഓക്കെ. കാട മുട്ട ഇട്ടു. പക്ഷെ മുട്ട കാടയിലിടാൻ പോവാണ് അല്ലേ? മസാല റെഡി. അപ്പം നമുക്കിനി സ്റ്റഫിങ് ആരാ ചെയ്യാൻ പോകണം? ചേട്ടനാണോ ചേച്ചിയാണോ? എല്ലാവർക്കും കൂടെ ചെയ്യാം. ഒരുമിച്ച് എല്ലാവർക്കും കൂടി സ്റ്റഫ് ചെയ്യാവുന്നതാണ്. മസാലയിൽ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, കാടമുട്ട. ഇനി ആ മുട്ടേനെ നമുക്ക് ഇനി കാടേൻ്റെ അകത്ത് ആക്കണം. അപ്പം അതിനെയാണ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റഫ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ ആദ്യം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പാത്രത്തിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്ക് മസാലയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ. ആഹാ.
അപ്പോൾ ഇതാണ് നമ്മുടെ മസാല റെഡി ആയിക്കണ്ടില്ലേ. മുട്ടയൊക്കെ ഇങ്ങനെ പുറമെ ഇങ്ങനെ ചേട്ടൻ എടുത്ത് വെച്ചിരിക്കട്ടോ മുട്ട. അപ്പോൾ ഇനി സ്റ്റഫിങ് തുടങ്ങാം. അപ്പോൾ മസാല റെഡി, കാട റെഡി. ഇനി ഇതിൽ എങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? മോഹൻലാലിൻ്റെ സിനിമയിൽ ടാങ് 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 ഒരു ഫുൾ കോഴി. അപ്പോൾ ഇനി ഇതിലെങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സ്റ്റഫി നമ്മൾ കാട വാങ്ങിക്കുന്ന സമയത്ത് തന്നെ അത് കട്ട് ചെയ്യുന്നതിലൊരു ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതിൽ പിന്നെ വലിയ ഹോൾസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഇതിൽ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വലുതായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്കിത് കൂടുതൽ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് എടുക്കാൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ സൂചി നൂല് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെറിയ ഓട്ടം ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ കുറവ് നൂല് മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ഇത് മസാല. അപ്പോൾ ഓരോ കോഴിയിലും ഓരോ മുട്ട ഇല്ല ചേട്ടാ? അതെ അതെ, 2 മുട്ടയൊക്കെ ഇട്ട കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കോഴിയിൽ ഒരു 2 മുട്ട. ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ ലെഗും നമ്മൾ കെട്ടിയിടണം. അതെന്തിനാ ചേട്ടാ? പാവം, ഇതിന് ഇത്രയും പീഡിപ്പിക്കരുത്. ഇതില് ലെഗ് നമ്മൾ കെട്ടി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അത് ഓടിപ്പോവില്ല. ഇത് പിന്നെ ചൂടാവുന്ന സമയത്ത് അത് ഓടിപ്പോവും. അതുകൊണ്ട് കാല് കെട്ടിയിട്ടാണ്. കാല് കെട്ടി വെച്ചില്ലെങ്കിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇത് മസാല പുറത്തു വരില്ല, കാല് വൈഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് ഈ നമ്മുടെ മസാല പുറത്ത് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. ചേട്ടൻ കണ്ടുപിടിച്ച ഡിഷ് ആയതുകൊണ്ട് എനിക്കിതിൽ പറയാനൊന്നുമില്ല. എല്ലാം നമ്മൾ പതുക്കെ സ്റ്റഫ് ചെയ്യാണ്, ഓരോ മുട്ട വീതം മസാല. എനിക്കിപ്പോഴും ആ കാല് കെട്ടിയിടുന്ന കാര്യം ഓർത്തിട്ട് ചിരി വരുവാണ്. പാവം കോഴി അല്ല കാട. അപ്പോൾ ഇതാണ് നമ്മുടെ കാടയുടെ അവസാന രൂപം. നമ്മളിതിൽ ഫുൾ മസാല കുത്തിക്കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാല് 2ഉം കൂട്ടിക്കെട്ടി. പിന്നെ ചേട്ടൻ്റെ കണ്ടുപിടുത്തമായതുകൊണ്ട് എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല, കാലഴിക്കാൻ ഒന്നും. എന്തായാലും ഇത് കുറേ സമയം എടുക്കുന്നുണ്ട് ഇത് ചെയ്യാൻ അല്ലേ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, സ്റ്റഫ്ഡ് കാട ഫ്രൈ. ഓക്കെ, അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞു, അതിനെ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത് ഫൈനൽ സ്റ്റേജ്. എന്താണ് ചേട്ടാ അത്? നമ്മൾ ലൈറ്റായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തെടുക്കുക. നമ്മുടെ കാട ഇപ്പോൾ ബോയിൽ ആയിട്ടില്ല, കാട ഒരു പരിവായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങൾ വിട്ടുപോയി. നമ്മുടെ മസാല ഇനി ഒന്നും കൂടി പുരട്ടാനുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ്. അതിൻ്റെ മേളിലായിട്ട് അതിന് എന്തൊക്കെയാണെന്നൊന്നും കൂടി. അതിന് ചേർക്കുന്നതിൽ പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ലാസ്റ്റ് നമ്മൾ ടൊമാറ്റോ അതിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടൊമാറ്റോ ജ്യൂസ് ഉപയോഗിക്കുന്നത്, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അവസാനമായിട്ട് ഇത് ഫ്രൈ ചെയ്തിരുന്നത് സ്റ്റഫ്ഡ് കാടയുടെ അവസാന രൂപത്തിലേക്ക് വരുന്നത്. ബേസിക്കലി അകത്ത് മാത്രമല്ല പുറമെ മസാല ഉണ്ട്. ചെറുനാരങ്ങ നീരും ആദ്യം പുരട്ടണം. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ഇതിനെ കുറച്ച് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് അങ്ങനെ ഒരു ചെറിയ ചെറിയ കുത്തുകൾ. പീഡനം കണ്ടില്ലേ? ഇത് കുറച്ച് കൂടെ കാലൊക്കെ കെട്ടിയിട്ട് കുത്തുന്ന. ഇത് മസാല പിടിക്കാനാണ്. ഇത് മസാല പിടിക്കാണ് ജസ്റ്റ് ചെറിയൊരു കുത്തുകൾ. മനസാക്ഷിയുള്ള ഒരു കുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ വരഞ്ഞാലും മതി. നമ്മൾ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, ആദ്യം നമ്മൾ കാടയിൽ ആദ്യം നാരങ്ങ നീരൊഴിച്ചു, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപ്പിട്ടു, പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ടു. പിന്നെ നമ്മൾ ഇട്ടത് എന്തായിരുന്നു? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ജീരകം പൊടിച്ചത്. അപ്പം ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ പുറമേ മസാല പിടിക്കാനായിട്ട്. ഇത് അപ്പം തന്നെ ഇടാമല്ലോ, അല്ലാണ്ട് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ കാടയുടെ 2ാം ഘട്ടത്തിൽ നമ്മൾ, അതായത് പുറമേ നമ്മൾ മസാല തേച്ചു, അകമേയും മസാലയുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. എത്ര കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ അല്ലേ, പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ
അപ്പോൾ ഒന്നൊന്നായി കാട ചട്ടിയിലേക്ക്. എന്തൊരു സ്റ്റൈലായിട്ടായിരിക്കുന്നത് നോക്കി. എല്ലാവരും കാല് അങ്ങോട്ട് വെച്ചിട്ട് കാല് കെട്ടിയിടുന്നതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പം മനസ്സിലല്ലേ. ഇപ്പൊ കാട ഇറച്ചി ഭയങ്കര തിക്കായിട്ടുള്ള ഇറച്ചിയാണല്ലോ. ഇത് വേവാൻ കുറേ സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. കാരണം ബ്രോയിലറിനെ അപേക്ഷിച്ച് ബ്രോയിലർ ചിക്കനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ടൈം എടുക്കുന്നതാണ്. ഓക്കെ, സമയം കൂടുതൽ വേണം. കുറച്ച് കൂടുതൽ വേണം. ഇത് ഈ സൈഡും കൂടി ഫ്രൈ ആണ് അല്ലേ? കുറച്ചൊന്ന് ഫ്രൈ കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ വേവിക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ തക്കാളി എന്തിനാണ് ടേസ്റ്റ് വ്യത്യാസം വരുന്നത്? ചെറിയൊരു പുളി മധുര പുളി ടൊമാറ്റോ പുളിപ്പായിരിക്കും അല്ലേ? കൂടുതൽ അങ്ങനെ പുളിപ്പ് വരില്ല. അപ്പം എന്തായാലും ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും. നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം തക്കാളി അരച്ച തക്കാളി ഇട്ടു. അപ്പം എന്തായാലും കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ ഏകദേശം 20-25 മിനിറ്റോളം നമ്മളിത് വേവിച്ചു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണം? മസാല എല്ലാ ഭാഗത്തും കൂടെ ആവുന്ന രൂപത്തിൽ നമ്മൾ തന്നെ ഇളക്കുക. കാട റെഡി ആയി കഴിഞ്ഞു. ഞാനും റെഡി ആയി കഴിഞ്ഞു കഴിക്കാനായിട്ട്. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ സെർവ് ചെയ്ത് എങ്ങനെ കഴിക്കാമെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ തന്നെയാണോ സെർവ് ചെയ്യുന്നത്? അല്ല, ഇത് നമ്മൾ സെൻറ്ററിൽ ഇതിൻ്റെ നൂലഴിച്ചിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് 2 പോർഷനാക്കി വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. നടുവിൽ നിന്ന് മുറിക്കും. നടുവിലൂടെ മുറിക്കും. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ നൂലഴിച്ച് മാറ്റി, എന്നിട്ട് നടുവേ നിന്ന് കീറുവാണ്. അപ്പം നമ്മളുടെ കാട 2ആയി. മുട്ടയും അകത്തുണ്ടായിരുന്ന മുട്ടയും 2ആയി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ രൂപം അല്ലേ? ഇനി പതുക്കെ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ സ്റ്റഫ്ഡ് കാട ഫ്രൈ റെഡി. അപ്പോൾ പ്രസൻറ്റേഷൻ്റെ കാര്യത്തിൽ ചേട്ടൻ 10 out of 10 മാർക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്യണം? ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. ആഹാ, കാട എന്നെ മാടി വിളിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? അപ്പം ഇത് പിടിക്കാനും കഴിക്കാനും വേണം ഒരു കഴിവ്. അപ്പം ആദ്യം ഇങ്ങനെ എടുക്കുക. ചിയേഴ്സ്. സൂപ്പർ. ഞാനൊരു കാര്യം വേണ്ടേ, ഇതിൻ്റെ മാർക്ക് എത്രയാണെന്ന് അറിയോ? 10-ൽ 100. നല്ല സോഫ്റ്റ് കാടയ്ക്ക് ആദ്യമായിട്ട് കാര്യം പറയാമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാട ഇറച്ചി കഴിക്കുന്നത്. കമ്പയർ ടു ബാക്കി ഇറച്ചി എനിക്കിതാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ്. കറണ്ട് ഫേവറേറ്റ് ഇസ് കാട. ആൻഡ് അതിൻ്റെ മസാല ഉണ്ടല്ലോ, ഇറ്റ്സ് ജസ്റ്റ് പെർഫെക്റ്റ്. എരിവ് കൂടുതലും അല്ല കുറവല്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ട് ചേച്ചി. നിങ്ങളും ഈ കാട ഉണ്ട് കേട്ടോ, നിങ്ങളും വേറെ കാട ടേസ്റ്റ് ചെയ്യുക. നിങ്ങളും വേറൊരു കാട വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. കുറച്ച് പണിയൊക്കെ ഉണ്ട്, തയ്യലൊക്കെ പഠിക്കേണ്ടി വരും, പക്ഷെ കുഴപ്പമില്ല അല്ലേ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കാം.